friends, welcome back to my channel. ഞാനിന്ന് വന്നിരിക്കുന്നത് പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാവാടയുമായാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാധാരണ പ്രായമായവർക്ക് ഇത് തയ്ക്കുമ്പോൾ അധികം ഇറക്കം ആവശ്യമില്ല. മുട്ടിൻ്റെ താഴെ വരെയുള്ള ഇറക്കം മാത്രമേ ആവശ്യമുള്ളൂ. ഈ പാവാടിയുടെ ഇറക്കം ബെൽറ്റ് കൂടാതെ 27 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1.5 ഇഞ്ച് അതിൻ്റെ തയ്യൽ തുമ്പ് കൂടി കൂട്ടിയെടുക്കണം. 5 ഇഞ്ചാണ് ഇതിൻ്റെ ബെൽറ്റ് വണ്ണം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോവും. പിന്നെ 4 ഇഞ്ച് മാത്രമേ ബെൽറ്റ് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 27 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ചും. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീറ്റർ കോട്ടൺ തുണിയാണ്. അപ്പം ഇവിടെ എടുത്തിരിക്കുന്ന 2 മീറ്റർ തുണിയെ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് രണ്ടായി മടക്കുക. രണ്ടായി മടക്കിയതിന് ശേഷം പിന്നെ ഒന്നുകൂടി ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുണിയെ 4ആയി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം ഞാൻ 28.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ആണ് എടുക്കുന്നത്. കാരണം ഇത്രയും തുണി നമുക്ക് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ തുണി കഷ്ണമായി മുറിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇതുപോലെ 28.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ബെൽറ്റിൻ്റെ വണ്ണം 5 ഇഞ്ചാണ് എടുക്കുന്നത്. ബെൽറ്റിൻ്റെ നീളം എടുക്കുന്നത് 40 ഇഞ്ചാണ്. അപ്പം ഞാൻ തുണിയെ ഇതുപോലെ രണ്ടായി മടക്കിയിട്ടുണ്ട്. അപ്പോൾ 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ 20 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇതിനെ തുണിയെ രണ്ടായി മടക്കിയതാണ്. ഈ തുണിക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ 20 ഇഞ്ച് കിട്ടില്ല. അപ്പം ഇത്ര വരെ വരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു കഷ്ണം പീസ് ഇവിടെ കൂട്ടി തയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് ഇവിടെ മാറ്റി വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് 20 ഇഞ്ചുള്ള ഒരു ബെൽറ്റ് കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വള്ളികൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ വള്ളിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി വേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ മടക്കിയിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിനെ ചെയ്യേണ്ടത്, ഇത് 2 കഷ്ണമായിട്ടാണ് ചെയ്തത്. ആദ്യം ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഉൾഭാഗത്തുനിന്ന് ഇതിനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിലേക്കൂടി ഒന്ന് ചുരുക്ക് വെച്ച് കൊടുക്കണം. നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അത്രയും വീതിയിൽ ചുരുക്കുകൾ വെച്ച് കൊടുക്കണം. ബെൽറ്റ് വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ വേണം. പിന്നെ കിട്ടുന്നത് 39 ഇഞ്ചാണ്. ആ 39 ഇഞ്ചിൽ ഈ എടുത്തിരിക്കുന്ന ഈ തുണിയെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ചെറിയ ചുരുക്കുകൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്താണ് നമ്മൾ ചുരുക്ക് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഈ ചുരുക്ക് വെച്ച് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് തുണിക്ക് നല്ല വീതി ഉണ്ടെങ്കിൽ ഒരുപാട് ചുരുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ തുണിയുടെ വീതിക്കനുസരിച്ച് വേണം ചുരുക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ചുരുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ തയ്ച്ചു കൊടുത്തു. ഞാൻ 2 തയ്യൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് പതിച്ച് തയ്ക്കണം. അതിനുശേഷം ഇതിൻ്റെ അറ്റം ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ പാവാട സ്റ്റിച്ചിങ്ങിന് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മടക്കി വെച്ച് തയ്ക്കണം. ഈ തയ്യൽ പുറത്ത് കാണാത്ത വിധം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് തയ്ക്കണം. മുകളിൽ വെച്ച് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ. അടിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടിനെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഒരു 4 ഇഞ്ചോളം വിട്ടിട്ട് ഇതിനെ ഒന്ന് കൂട്ടി തയ്ക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മടങ്ങിയിരിക്കുന്ന സ്ഥലം ഒന്ന് തയ്ച്ചു കൊടുക്കണം. 2 വശം ഇതുപോലെ ഇവിടെ വരെ തയ്ച്ചു കൊടുക്കണം. അങ്ങനെ പാവാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.